अस्सलाम वालेकुम दोस्तों, मैं मोहम्मद कैफर शोरी हाजिर हूँ आपके सामने। काफ़ी अर्सा हो गया अल्लामा इकबाल की नज़्म के बंद मैं बराबर आपके सामने पेश कर रहा था। ये कुछ वक्फा ऐसा हुआ कि मैं हाजिर नहीं हो सका, तो लिहाजा मैं अब 70वां बंद इस नज़्म का आपके सामने पेश कर रहा हूँ। मुलाहिज़ा फरमाएं। എല്ലാവർക്കും സ്വാഗതം. അല്ലാമ ഇക്ബാലിന്റെ ശിക്വയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 15-16 സ്റ്റാൻസുകൾ കഴിഞ്ഞു. അടുത്ത ഈ സ്റ്റാൻസയിലും കഴിഞ്ഞ സ്റ്റാൻസയിലേതുപോലെ തന്നെ അള്ളാഹുവിനോട് ചോദ്യം ചോദിക്കുന്നത് പോലെ പറയാം. കഴിഞ്ഞ സ്റ്റാൻസയിലൊക്കെ നമുക്കറിയാം, കേട്ടവർക്കറിയാം, അള്ളാഹുവിനോട് നിരന്തരം പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു, ശിക്വ പരാതി പറയുകയായിരുന്നു, സങ്കടങ്ങളൊക്കെ പറയായിരുന്നു. അപ്പൊ ഈ സ്റ്റാൻസയിൽ അള്ളാഹുവിന്റെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ കുദറത്തിനെ പറ്റി പറയുകയാണ്. പരിധിയില്ലാത്ത നിന്റെ കുദറത്ത്, അള്ളാഹുവെ നിന്റെ അധികാര പരിധികൾക്ക് അറ്റമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന് ഒന്നും അവർക്കൊന്നും കൊടുക്കുന്നില്ല? അവർക്ക് ഐശ്വര്യം കൊടുക്കാത്തത് എന്താണ്? നമുക്ക് ആ വരികൾ കേൾക്കാം. क्यों मुसलमानों में है दौलत दुनिया नायाब, तेरी कुदरत तो है वो जिसकी ना हद है ना हिसाब. ക്യോ മുസൽമാനോ മേ ഹേ ദൗലത്തെ ദുനിയ നായാബ്. ഈ ദുനിയാവിൽ അവർക്ക് ഐശ്വര്യം കൊടുക്കാത്തത്, ദൗലത്ത് നൽകാത്തത്, സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒന്നും നൽകാത്തത് എന്താണ്? അവരെ നായാബ്, ഇല്ലായ്മയിലും വല്ലായ്മയിലും അവരെ പെടുത്തുന്നത് എന്താണ്? എന്നിട്ട് അടുത്ത വരിയിൽ അള്ളാഹുവിന്റെ കുദറത്തിനെ പറ്റി പറയുകയാണ്. तेरी कुदरत तो है वो जिसकी ना हद है ना हिसाब. തെരി കുദറത്ത് തൂവോ, നിന്റെ കുദറത്ത്, നിന്റെ അധികാര സിംഹാസനങ്ങളൊക്കെ ന ഹദ് ഹെ ന ഹിസാബ്. അതിന് ഹദ്, ഹുദൂദുകൾ, അതിരുകളും സീമകളും ഒന്നുമില്ല. ന ഹിസാബ്, അതിന് കയ്യും കണക്കുമില്ലാത്ത നിന്റെ അധികാര പരിധിയുണ്ട്. പക്ഷെ മുസ്ലിം സമുദായത്തിൽ ഈ നിന്റെ ആളുകൾക്ക് നീ ഒന്നും കൊടുക്കുന്നില്ല, നീ ഐശ്വര്യം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ സ്റ്റാൻസയിൽ പറഞ്ഞു, ബേച്ചാര മുസൽമാൻ ഖോ ഫഖത്ത് വഅദേ ഹൂർ, ഹൂറിലീങ്ങളെ കൊടുക്കാമെന്ന് വാഗ്ദാനം മാത്രമല്ലേ ഞങ്ങൾക്ക് നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബർക്കത്ത് ഇർത്തി ഹേ തോ ബേച്ചാര മുസൽമാനോം പർ, ഇടുത്തി വീഴുന്നത്, പരീക്ഷണങ്ങളും അസാബുകളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് പാവപ്പെട്ട മുസൽമാന്. എന്നാൽ അയാർ അവിശ്വാസികളുടെ കാഷാനോം പർ, അവരുടെ അവിശ്വാസികളുടെ ഖജനാവുകളിലെല്ലാം നിറഞ്ഞ് സമ്പൽ സമൃദ്ധമാകുന്നു. മുസ്ലിങ്ങൾക്കാവട്ടെ ഫഖദ് വഅദേ ഹൂർ, ഹൂറിലീങ്ങളെ കൊടുക്കാമെന്നൊരു വാഗ്ദാനം മാത്രം. അപ്പൊ ഈ വരിയിലും അതിന്റെ തുടർച്ചയായിട്ട് അള്ളാഹുവിനോട് നെഞ്ചുപൊട്ടി പറയുന്നത്, നിന്റെ അധികാരത്തിന് കയ്യും കണക്കുമില്ല, അതിനൊരു ലിമിറ്റ് ഉണ്ടെങ്കിലും ഒക്കെ ഈ ദൗലത്തും സമ്പൽ സമൃദ്ധിയും ഒക്കെ തീർന്നു പോകുന്ന പേടിയില്ലല്ലോ. നിന്റെ കുദറത്ത് അത്രയും ഹുദൂദില്ലാത്ത, ഹിസാബും ഹുദൂദും ഇല്ലാത്തതാണല്ലോ. എന്നിട്ടും നീ എന്തുകൊണ്ട് നീ നൽകുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അടുത്ത വരി കേൾക്കാം. तू जो चाहे तो उठे सीने सहरा से हबाब, रह रवे दश्त हो सीली जदे मौज सराब. അള്ളാഹുവിന്റെ അപാരമായ കഴിവുകളെ പറ്റി പറയുകയാണ് അടുത്ത വരിയിലൊക്കെ. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയെ കിളിർപ്പിക്കുന്നത് നീയാണ്, അതിനെ മരുപ്പച്ച കൊണ്ട് അലങ്കരിക്കുന്നത് നീയാണ്. ഈ രണ്ട് വരിയിലും പറയുന്നത് ഈ മരുഭൂമിയെ കിളിർപ്പിക്കുന്നതും അവിടെ മരുപ്പച്ച കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന മരുപ്പച്ച കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്നതാണ് നിന്റേത്. വരണ്ടുണങ്ങിയ ഭൂമിയെ പോലും പുഷ്കലമാക്കാൻ, ശ്രദ്ധലമാക്കാൻ, അതിന്റെ മനോഹാരമാക്കാൻ നിനക്ക് കഴിയും. അതിരുകളില്ലാത്ത നിന്റെ അധികാരവും അപാരമായ നിന്റെ കഴിവുകളും അതൊക്കെ ഉണ്ടായിട്ടും, എന്നിട്ട് അടുത്ത രണ്ട് വരിയിൽ നേരത്തെ കഴിഞ്ഞ സ്റ്റാൻസയിലൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് കുറ്റം പറയുന്നത് പോലെ വളരെ സങ്കടത്തോടു കൂടി ഈ ഷിക്കായത്ത് ഗില പറയുകയാണ്, പരാതി പറയുകയാണ്. ताने अगियार है, रुसवाई है, नादारी है. സ്റ്റാൻസയുടെ അവസാനത്തെ രണ്ട് വരിയിൽ, അത് ആദ്യത്തെ വരിയിൽ പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിട്ടും നിന്റെ കഴിവുകളും ഇതൊക്കെ നമുക്കറിയാം, അത് നമ്മൾ പറഞ്ഞു, അനന്തമജ്ഞാതും അവർണ്ണനീയമാണ്, വർണ്ണനകൾക്കുമൊക്കെ അതീതമാണ് അള്ളാഹുവിന്റെ ഖജനാവ്. പക്ഷെ എന്നിട്ടും ഈ നിന്റെ സമുദായത്തിന്, മുസ്ലിം സമുദായത്തിന് നീ കൊടുക്കുന്നത് ഈ അയ്യാർ അവിശ്വാസികളുടെ നിന്ദതയും അവരുടെ പരിഹാസങ്ങളും കുത്തുവാക്കുകളും ഒക്കെയാണല്ലോ ബാക്കിയാകുന്നത്. ബാലൻസ് ഷീറ്റ്, മുസ്ലിം സമുദായത്തിന്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഈ ശത്രുക്കളുടെ നിന്ദതയും കുറ്റപ്പെടുത്തലുകളും മാത്രമാണ്. ताने अगियार है, रुसवाई है, नादारी है, क्या तेरे नाम पे मरने का एवज हारी है. എന്നിട്ട് പറയാണ്, ക്യാ തെരെ നാം പേ മറഞ്ഞ്, നിന്റെ പേരിന് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായ ആളുകൾക്ക്, ക്യാ തെരെ നാം പേ മറഞ്ഞ്, നിന്റെ പേരിന്റെ പേരിൽ മരിക്കാൻ പോലും, ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറുള്ള ഒരു ജനതക്ക് നീ കൊടുക്കുന്നത് എന്താ? क्या तेरे नाम पे मरने का एवज हारी है. ഇവൽ ഹാരി ഹേ, ഈ നിന്ദതയും ആക്ഷേപങ്ങളുമാണ്. ഹാരി, നിന്ദതയും നീചത്വവും മാത്രമാണ് നീ കൊടുക്കുന്നത്. നിന്റെ മാർഗത്തിൽ എല്ലാം ത്യജിക്കാൻ സർവസ്വം ത്യജിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു സമുദായത്തിന് നീ കൊടുക്കുന്നത് ശത്രുക്കളുടെ നിന്ദതയും ആക്ഷേപങ്ങളും നീചത്വവുമാണ്. കഴിഞ്ഞ സ്റ്റാൻസ നമ്മൾ ഓർക്കണം. കഴിഞ്ഞ സ്റ്റാൻസയിൽ പറഞ്ഞു ഇങ്ങനെയൊക്കെ മുസ്ലിം സമുദായത്തെ പരീക്ഷിക്കുന്നു എന്ന് മാത്രമല്ല,
ശത്രു സൈന്യങ്ങൾക്ക്, മറ്റുള്ള അയാർ അവിശ്വാസികൾക്ക്, ഗുനഹ്ഗാർ, അതുപോലെ അള്ളാഹുവിന്റെ പേര് കേട്ടാൽ പോലും ബേജാറാകുന്ന, അപഹസിക്കുന്ന ആളുകൾക്കൊക്കെ എല്ലാ സമ്പൽ സമൃദ്ധിയും രമ്യഹർമ്മങ്ങളും എല്ലാം കൊടുക്കുന്നു. ഈ സ്റ്റാൻസയിൽ പറയുന്നത് സങ്കടം ഒന്നുകൂടി ഗില പറയാണ്, ഷിക്കായത്ത് പറയാണ്. ഏതായാലും അടുത്ത സ്റ്റാൻസ അടുത്ത വീഡിയോയിൽ കേൾക്കാം. അതുവരെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.